എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാ. കോളേജിൽ പഠിക്കുമ്പോ ഞാൻ ക്ലാസ് കെട്ടിയാറുണ്ടായിരുന്നല്ലോ, അതുപോലെ ആയിഷയ്ക്കും ക്ലാസ് കെട്ടിയത് വന്നൂടെ? ആ അത് ശരി. നിന്നെ ബോറടി മാറ്റാൻ ഞാൻ ക്ലാസ് കെട്ടിയണോ അല്ലേ? ഞാൻ നല്ല അച്ചടക്കമുള്ള കുട്ടിയാ, അറിയോ നിനക്ക്? കണ്ടാലും പറയും. അയ്യടാ, ആറ് റൂമിൽ നിന്ന് ഇറങ്ങിയില്ലല്ലോ, അതോ അവളിന്ന് ജോലിക്ക് പോകുന്നില്ലേ? നീ എന്താ റൂമിൽ നിന്ന് ഇറങ്ങാൻ വൈകിയത്? ഈ സമയത്ത് നല്ല ട്രാഫിക് ആയിരിക്കും. ആ ട്രാഫിക്കിനിടയിലൂടെ സൈക്കിൾ ചവിട്ടി നീ കമ്പനിയിൽ എത്തുമ്പോ ലേറ്റ് ആവില്ലേ? നീ ഇന്ന് സൈക്കിളിൽ പോവണ്ട, നിന്നെ ഗാർമെന്റ്സിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പൊക്കോളാം. വേണ്ട. എന്നാ പിന്നെ എന്റെ കൂടെ പോന്നു. 10 മിനിറ്റ് ലേറ്റ് ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. വേണ്ട ആയിഷ, സൈക്കിളിൽ പോയാ നീ ലേറ്റ് ആവില്ലേ? ഓ, കരുനാഗത്തിന്റെ വഴക്ക് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? ഞാനിന്ന് സൈക്കിളിലല്ല പോകുന്നേ, പിന്നെ പ്രിയൻ ചേട്ടന്റെ ബൈക്കിലാ പോകുന്നേ. പ്രിയന്റെ ബൈക്കിലോ? പ്രിയൻ ഇവിടെ വരുവോ? വന്നോണ്ടിരിക്കായിരിക്കും. ഇത് എന്ന് മുതലാ തുടങ്ങിയത്? എന്ത്? ഈ പ്രിയന്റെ കൂടെ ബൈക്കിൽ പോകുന്ന പരിപാടി? നടക്കട്ടെ നടക്കട്ടെ. എന്ത് നടക്കട്ടെ എന്ന്? എന്താണോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെ. പഴഞ്ചൊല്ലി പതിരില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാ. ഏത് പഴഞ്ചൊല്ലിനെ കുറിച്ചാ നീ പറയുന്നേ? മിണ്ടാ പൂച്ച കല ഉടയ്ക്കും. ഓ, നിങ്ങൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മൂന്നെണ്ണത്തിന്റെ മനസ്സിൽ ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ, അസത്തുക്കള്. ഏത് വിചാരം? പറ, ഏത് വിചാരം? ഞങ്ങളൊന്നും വിചാരിച്ചില്ല, പക്ഷെ ഞങ്ങൾ എന്തോ വിചാരിക്കുന്നു നീ വിചാരിച്ചു. അപ്പൊ ആരുടെ മനസ്സിലാ ചീത്ത വിചാരം? നിന്റെ മനസ്സില് അല്ലേ? പറയടി, എപ്പോഴാ തുടങ്ങിയത്? ആയിഷ, വേണ്ട കേട്ടോ. ഞാനൊരു കുട്ടിയെ സ്കൂളിൽ ചേർത്തത് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? സെൽവിയെ. അവൾ ഇന്നു മുതലാ സ്കൂളിൽ പോകുന്നത്. ഞാൻ തന്നെ അവളെ സ്കൂളിൽ കൊണ്ടുപോയി വിടണമെന്നാ സെൽവി പറയുന്നത്. അവളുടെ അമ്മയ്ക്ക് അവളെ സ്കൂളിൽ കൊണ്ടുപോയി വിടാൻ സമയവും ഇല്ല, ജോലിക്ക് പോണം. സെൽവിയെ സ്കൂളിലും കൊണ്ടുപോയി വിട്ട് ഞാൻ കമ്പനി ചെല്ലുമ്പോ വൈകും. മീര, ഒരു ഓട്ടോ ഏർപ്പാടാക്കി തരുമോന്നാ ഞാൻ പ്രിയൻചേട്ടനോട് ചോദിച്ചത്. ബൈക്കോ എടുത്ത് വരാന്ന് പ്രിയൻചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചു. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. ഞാൻ വിശ്വസിച്ചു. മീര, നീ വിശ്വസിച്ചോ? ഞാൻ വിശ്വസിച്ചു. ആയിഷയോ? ഞാനും വിശ്വസിച്ചു. പാറു തിരിച്ചു വരുന്നതും പ്രിയന്റെ ബൈക്കിൽ തന്നെ ആയിരിക്കും. പ്രിയൻ ഈ വഴിക്ക് പോയപ്പോ കൊണ്ടുവിട്ടതാണെന്ന് പറഞ്ഞ അത് ഞാൻ വിശ്വസിച്ചോളാം. സെൽവിയെ സ്കൂളിൽ കൊണ്ട് വിടാനെന്ന് പറഞ്ഞ് പ്രിയൻ ദിവസവും നിന്നെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോയാ അതും ഞാൻ വിശ്വസിക്കാം. ആയിഷ, വേണ്ട. ഇനിയും എന്നെയും പ്രിയൻചേട്ടനെയും ചേർത്ത് ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഞങ്ങൾ സത്യമല്ലേ പറഞ്ഞത്? മതിയടി, പാറു സ്നേഹിക്കുന്നത് ഗന്ധർവനെയാണെന്ന് നമുക്കറിയില്ലേ? കരിമുകിലിനു ചിറകുകളരുളിയ മിന്നലേ, പുതുമഴ മലരുകൾ വിതറിയ കുറുമൊഴി തെന്നലേ, വെയിലിൽ നിഴലുപോൽ മറയും മായയായി വിരലാശിലയിലും. പ്രിയ, പാറു മാത്രല്ല ഇവിടെ ഉള്ളത്, ഞങ്ങൾ 3 പേരും ഉണ്ട്. ഒന്ന് മൈൻഡ് ചെയ്തിട്ട് പൊക്കൂടെ? അയ്യോ, ഞാൻ ഇപ്പൊ തന്നെ വൈകി, അതുകൊണ്ട്. വൈകിയതുണ്ടോ അതോ പാറുവിനെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോകാനുള്ള തിടുക്കം കൊണ്ടോ? കേട്ടില്ലേ, ഇവരിങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങിയിട്ട് കൊറേ സമയായി. പ്രിയൻചേട്ടൻ പോയിക്കോ, ഞാൻ എന്റെ സൈക്കിളിൽ വന്നോളാം. ആ കരുനാഗത്തിന്റെ വായിലിരിക്കുന്ന കേട്ടാലും എനിക്ക് ഒരു കുഴപ്പമില്ല. നീ അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ പാറു. പാറു പിടങ്ങുമ്പോ കാണാൻ നല്ല രസമാ, അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറയും. വെറുതെ പിരിയേറ്റാൻ പറയുന്നതാണെന്ന് ഈ മണ്ടൂസിന് മനസ്സിലാവുകയില്ല. പാറുവിനെ വെറുതെ വിഷമിപ്പിക്കണ്ട. ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട്. ആര്? ഞാൻ വരുമ്പോ നിങ്ങളൊരു പേര് പറഞ്ഞിരുന്നില്ലേ, അയാള് തന്നെ, ഗന്ധർവൻ. കേറി പറഞ്ഞു. സകലതും പ്രഭാമയ
അറിയില്ല, നോക്കട്ടെ. ഹോസ്റ്റല് വഴി വരാൻ പറഞ്ഞതുകൊണ്ട് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു അല്ലേ? പ്രിയൻ ചേട്ടന് ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടോ? എനിക്കോ? ഇനി ഇതുപോലുള്ള ആവശ്യങ്ങൾ വരുമ്പോ എന്നെ വിളിച്ചാൽ മതി. എപ്പോഴായാലും, ഏത് പാതിരാത്രി ആയാലും. പാതിരാത്രി വിളിച്ചാ വരുമോ? അപ്പോ പ്രിയൻ ചേട്ടന് ഉറങ്ങൊന്നും വേണ്ടേ? പാറു വിളിച്ച എന്റെ ഉറക്കമൊക്കെ പമ്പ് അടക്കത്തില്ലേ? പ്രിയൻ ചേട്ടൻ എന്താ പറഞ്ഞേ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. അതല്ല, പ്രിയൻ ചേട്ടൻ എന്തോ പറഞ്ഞു. പറ, പ്രിയൻ ചേട്ടൻ എന്താ പറഞ്ഞേ? അത് ഇന്നെന്റെ അച്ഛന്റെ ആണ്ട. എല്ലാ ആണ്ടിനും പരശുരാമ ക്ഷേത്രത്തിൽ പോയി അച്ഛനെ ബലിയിടണമെന്ന് അമ്മയ്ക്ക് നിർബന്ധ. കാലത്ത് തന്നെ അമ്മ എന്നെ ഓർമ്മിപ്പിച്ചതാ. പക്ഷെ ആ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടാൻ പാറുവിന്റെ കൂടെ വരാന്ന് ഞാൻ പറഞ്ഞു പോയില്ലേ? വാക്ക് പറഞ്ഞിട്ട് വന്നില്ലെങ്കിൽ ഞാൻ പറ്റിച്ചു എന്നല്ലേ പാറു കരുത്. അയ്യോ, ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കില് ഞാൻ ഏതെങ്കിലും ഓട്ടോ വിളിച്ചു പോവായിരുന്നു. അച്ഛന് ബലി മുടക്കാന്ന് പറഞ്ഞാ? അത് സാരമില്ല. അച്ഛനും ഞാനും ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു. എന്റെ എല്ലാ കാര്യങ്ങളും അച്ഛനറിയാം. അതുകൊണ്ട് ഞാൻ ഇന്ന് ബലിയിട്ടില്ലെങ്കിലും പുള്ളിക്കാരൻ ഹാപ്പി ആയിരിക്കും. എല്ലാം കണ്ടോണ്ട് കള്ളച്ചിരിയോടെ നിൽക്കുന്നുണ്ടാവും മുകളില്. എല്ലാം കണ്ടോണ്ടെന്ന് പറഞ്ഞാ? ഞാനും പാറു ഒരുമിച്ച് ബൈക്കിൽ പോകുന്നത്. നമ്മൾ ഒരുമിച്ച് ബൈക്കിൽ പോകുന്നത് കാണുമ്പോ അച്ഛൻ എന്തിനാ കള്ളച്ചിരിച്ചിരിക്കുന്നെ? ഈശ്വര, കുഴങ്ങിയല്ലോ. പ്രിയൻ ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നെ? പറ. അത് പാറു, അത് പിന്നെ നമ്മൾ തമ്മിൽ ഉഗ്രം വഴക്കായിരുന്നെന്നും ഉടക്കായിരുന്നെന്നൊക്കെ അച്ഛനറിയാലോ. തല്ലുകൂടി നടന്ന നമ്മളിങ്ങനെ ഒരുമിച്ച് ബൈക്കിൽ പോകുന്ന കണ്ട അച്ഛന് ചിരി വരില്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ ദൈവമേ, പാറു അത് വിശ്വസിച്ചു. അല്ലെങ്കിൽ തന്നെ പ്രിയൻ ചേട്ടന്റെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യ. എന്റെ കൂടെ വരാൻ വേണ്ടി പ്രിയൻ ചേട്ടൻ അച്ഛന്റെ കർമ്മങ്ങൾ മുടക്കിയല്ലോ. അതിന്റെ ദേഷ്യത്തിലായിരിക്കും അമ്മ ഇപ്പോ. എന്നെ എവിടെ വെച്ചെങ്കിലും കണ്ട അമ്മ ആ ദേഷ്യം തീർക്കും. ബലിയിടില്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. സമയം കിട്ടുമ്പോ പോയി ബലിയിടാന്ന ഞാൻ അമ്മയോട് പറഞ്ഞിരിക്കുന്നത്. ഞാനത് ചെയ്തില്ലെങ്കിൽ അമ്മയ്ക്ക് വലിയ വിഷമാവും. എനിക്ക് എന്റെ അമ്മയെ വിഷമിപ്പിക്കാൻ പറ്റില്ല. ആ അമ്മയുടെ ഭാഗ്യം. എന്ത്?